വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുകൾക്കിടയിൽ നമ്മളും റഷ്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് അമേരിക്കയെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ വകുപ്പ് കൃത്യമായിട്ട് പറയുന്നത്, ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് ഇന്ത്യയോടും മറ്റുമുള്ള ആ ബന്ധം തകർക്കാനായി ശ്രമിക്കുന്നു. അതെങ്ങനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെയുള്ള ഓയിൽ കമ്പനികൾക്ക് ഇവർ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാണ് ഇദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റഷ്യയിൽ നിന്ന് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് എണ്ണ വാങ്ങുന്നത് നിർത്തേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വന്നേക്കാം. വെനിസ്വേലൻ എണ്ണയാണെങ്കിൽ ഗംഭീര ഓഫർ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ $3 ബില്യൺ ലാഭത്തിനൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനും പോകുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പങ്കാളിയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. നമ്മൾ രണ്ട് സൈഡും എടുക്കുന്നില്ല, ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായിട്ടുള്ള പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യയെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കയെ നമുക്ക് തഴയാനും സാധിക്കില്ല. അമേരിക്കയെ ഇത്രയും നാൾ നമ്മൾ തഴഞ്ഞു, പക്ഷെ എന്നിരുന്നാലും അവസാനം നമ്മൾ ആ വ്യാപാര കരാറിലെത്തി. പല തരത്തിലുള്ള ഭേദഗതികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപാര കരാറിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, കൃഷി എന്നിവയിൽ വലിയ രീതിയിലുള്ള ഭേദഗതികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വ്യാപാര കരാർ ഒപ്പിട്ടു. എന്നാൽ റഷ്യക്ക് നമ്മൾ ഇനി എന്താണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കറിയാം, ഈ ഇന്ത്യയുടെ ചെമ്മീൻ അടക്കമുള്ളവ അമേരിക്കൻ താരിഫിൽ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ റഷ്യയിൽ നിന്നും ദിമിത്രി പത്രുഷേവ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കർഷക വിപണി, ഇവിടുത്തെ കർഷക വിപണി റഷ്യയിലേക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ വിളകളെല്ലാം അങ്ങോട്ടേക്ക് കയറ്റി അയക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ചെമ്മീനെല്ലാം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് വലിയൊരു കാര്യവുമായിട്ട് ഇവിടെ രംഗത്തെത്തിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഈ റഷ്യയുമായിട്ട് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കൊരു ഫ്രീ ട്രേഡ് കരാറിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. പോരാത്തതിന് അന്ന് റഷ്യ പറഞ്ഞിരുന്നു, അമേരിക്ക നിങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് തുറന്നു തരാം, ഫ്രീ ട്രേഡ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഏകദേശം 10,000 കോടിയുടെ ഫ്രീ ട്രേഡ് 2030 ഇന്ത്യയും റഷ്യയും തമ്മിൽ പൂർത്തിയാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആ കരാറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ നമുക്ക് കുറയുമ്പോഴും അത് അമേരിക്കയുടെ സമ്മർദ്ദം റഷ്യയിൽ ഉള്ളത് കൊണ്ടും അത് കുറയുമ്പോഴും നമ്മൾ റഷ്യയെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് റഷ്യക്ക് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അവരുമായിട്ട് ഫ്രീ ട്രേഡിൽ എത്താൻ പോകുന്നു. പിന്നെ ഡിഫൻസ് സെക്ടറിൽ ഇതിലും വലിയൊരു കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇത് അമേരിക്കയെ വീണ്ടും ചൊടിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഈ ഫ്രീ ട്രേഡ്, അത് എൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം അമേരിക്ക പോലെ അത്ര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൺട്രി അല്ല റഷ്യ സാമ്പത്തികമായിട്ട്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ബിജുചേട്ടൻ വളരെ സൗമ്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഐഫോൺ ബംഗ്ലാദേശിൽ കൊണ്ടിറക്കാത്തത്? അവിടെയുള്ള ആൾക്കാർക്ക് അത് വാങ്ങിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ റഷ്യയിലുള്ള ആൾക്കാർക്ക് ഇത് മേടിക്കാനുള്ള, നമ്മുടെ ഈ കരാർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുമോ? ഓക്കെ, അവര് തുറന്നു തരും, ഓക്കെ, അതൊക്കെ ഓക്കെ, സൗഹൃദമൊക്കെ അവിടെ നിൽക്കട്ടെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. അപ്പൊ നമ്മളിപ്പോ ചെമ്മീൻ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ അമേരിക്ക നമുക്ക് 10,000 കോടി തരികയാണെങ്കിൽ റഷ്യക്ക് അത് തരാനുള്ള സാമ്പത്തിക ശേഷി ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ ഒരു കരാറിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് നമുക്ക് എത്രത്തോളം ഗുണകരമായി ഭവിക്കും എന്നുള്ളതും എൻ്റെ ഒരു ചോദ്യമാണ്. ഈ അമേരിക്കൻ കരാറ് വന്നപ്പോ തന്നെ എല്ലാവരും, ബഹുഭൂരിപക്ഷം പേർക്കും അറിയേണ്ടത് റഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകരുമോ എന്നൊരു ചോദ്യമായിരുന്നു. അമേരിക്കയോടുള്ള കരാറിനേക്കാൾ കൂടുതൽ ഉയർന്നു കേട്ടത് ഈ ചോദ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇന്ത്യയും യൂറേഷ്യൻ യൂണിയനും ചേർന്ന്, അതായത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നതൊക്കെ റഷ്യയും അനുബന്ധ രാജ്യങ്ങളും ചേർന്നിട്ടൊരു യൂറേഷ്യൻ യൂണിയൻ ഉണ്ട്. അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ, അതായത് റഷ്യ, ബലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ 5 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു വലിയ ഫ്രീ ട്രേഡിംഗ് കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവർചുക്ക് അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ ഫൈനലായി കഴിഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത്. ഇവിടെ ഈ EU എന്നാണ് ഇതിന്, യൂറോപ്യൻ യൂണിയനെ നമ്മൾ EU എന്നാണെന്നുണ്ടെങ്കിൽ ഇത് EAEU, അതായത് യൂറേഷ്യൻ യൂണിയൻ കരാറാണ്. ഈ കരാർ പ്രകാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ റഷ്യയുമായി മാത്രം വ്യാപാരം, അതിൽ 50 ബില്യൺ ഇന്ത്യയിലുള്ള മുതൽ മുടക്കാണ്.
ഇവിടെ ശ്രദ്ധേയമായ കാര്യം ധനുഷ് ചോദിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്ക് റഷ്യയിലേക്ക് വലിയ കയറ്റുമതി ഇല്ല. അതിന് അനവധി കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ റഷ്യക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉപരോധം ഈ പണം സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷൻ വലിയ തടസ്സം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് ഈ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കും, ഡോളറിലുള്ള കൈമാറ്റം നടക്കില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളും അവരുമായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ദ്രുതഗതിയിൽ നടന്നു വരുന്ന ഒരു വലിയ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിൾ റുപ്പിയ, അതായത് നമ്മുടെ രൂപയും റഷ്യൻ പണവും തമ്മിൽ നേരിട്ടുള്ള ഇടപാടിനുള്ള ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ RBIയും അവരുടെ രാജ്യത്തിന്റെ കേന്ദ്രീകൃത ബാങ്കും തമ്മിൽ നീങ്ങിയിരിക്കുന്നത്. അത് പൂർണ്ണമായെങ്കിൽ മാത്രമേ ഈ വ്യാപാര ബന്ധങ്ങളെല്ലാം സുഗമമായി നടക്കൂ. നമുക്കറിയാം എണ്ണ ഉപരോധം കൊണ്ട് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ എന്ന് വെച്ചാൽ ഈ എണ്ണ കമ്പനികൾക്ക് മേലുള്ള ഉപരോധങ്ങൾ മാത്രമല്ല, ഇവർക്ക് പണം അയക്കാനുള്ള ഗേറ്റ് അതും നമ്മൾ UAE വഴിയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലിങ്ക്ഡ് ബാങ്കുകളാണ്. അവർക്ക് ഈ ഉപരോധം ബാധകമായതുകൊണ്ട് ഈ ഡോളർ കൺവെർട്ട് ചെയ്ത് അവർക്ക് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് റൂബിൾ കച്ചവടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിനുള്ളതാണ് പ്രാഥമിക പരിഗണന. അതിപ്പോ ഉടനെ ആകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ അവിടെ വാങ്ങുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ കരാറിന്റെ മാതൃകയല്ല ഇതിനുള്ളത്. പകരം ഇത് നമ്മളുടെ രാജ്യത്തുള്ള കമ്പനികൾ റഷ്യയിൽ പോയി ഖനനം നടത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വള നിർമ്മാണം ഉൾപ്പെടെ. കാരണം നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ആയുധം പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒന്നാണ് വളം. എണ്ണ നമ്മൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പരിപാടി. പണ്ട് തൊട്ടേ വളം നമുക്ക് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. അപ്പൊ അവിടെ വളക്കമ്പനികൾ തുടങ്ങാൻ വേണ്ടി ഓൾറെഡി 4 കമ്പനികൾ ഖനനത്തിനായിട്ട് ഏതാണ്ട് 5ഓളം കമ്പനികൾ ഈ വള ഫാക്ടറി അവിടെ നിർമ്മിക്കുക. അത് ഈ പുട്ടിൻ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അത്തരത്തിലൊരു കരാർ ഒപ്പിട്ടിരുന്നു, അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുക. കാരണം ധനുഷ് ചോദിച്ച പോലെ ശരിയാണ്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളത് പോലെ അവിടുന്ന് ഇങ്ങോട്ട് സാധനം ഇറക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളത് റഷ്യയിൽ പോസിബിൾ ആയ കാര്യമല്ല. കാരണം റഷ്യയുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കയറ്റുമതി അവിടെ പൂർണ്ണമായി ഇന്ത്യക്ക് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഭാവിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ഉള്ള കമ്പനികളും മറ്റും അവരുടെ രാജ്യത്ത് ഈ ഖനനവുമായിട്ടും ഒപ്പം തന്നെ ഈ പറയുന്ന വളവുമായിട്ടും കൽക്കരി മേഖലയിൽ നമ്മുടെ കമ്പനികൾ അവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിന് സമാനമായിട്ട് അവർ നമ്മുടെ രാജ്യത്ത് ആയുധങ്ങളുടെയും മറ്റു ഉൾപ്പെടെയുള്ളതിന്റെയും ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. ഓൾറെഡി ഇത് ഇവിടെ ഉണ്ട്. അതുമായി ലിങ്ക് ചെയ്ത് അവർ പ്രവർത്തിക്കുകയാണ്. അതായത് അവരുടെ ആയുധങ്ങൾ, അവരുടെ പുതിയ 5th ജനറേഷനിൽപ്പെടുന്ന വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ മറ്റുമൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുക. ഇതുകൊണ്ട് നമ്മളുടെ വ്യാപാര കമ്മി കുറഞ്ഞു കിട്ടും. നിലവിൽ നമുക്ക് വ്യാപാര കമ്മി എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയറ്റുമതി കുറയുമ്പോൾ നമ്മളുടെ ഭാഗത്തുള്ള വ്യാപാര കമ്മി കുറയുകയും റഷ്യയുടെ ഇറക്കുമതി കൂടുകയും ചെയ്യുമ്പോൾ അവർക്കാണ് നേട്ടം. ഇനിയിപ്പോൾ ഈ കരാർ വരുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനികൾ തന്നെ റഷ്യയിൽ പോയിട്ട് വളം ഉൽപ്പാദിപ്പിക്കുകയും ആ വളം ഇങ്ങോട്ട് ഇറക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് പ്രോഫിറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ കമ്പനികൾ നമ്മുടെ കമ്പനികളുമായി ചേർന്ന് ഇവിടെ വിമാനങ്ങൾ നിർമ്മിക്കുക, അത് നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് വിറ്റഴിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെയും പ്രോഫിറ്റ് നമുക്കാണ്. ഇത് കൂടാതെ ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് റഷ്യയുമായി മാത്രമല്ല ബെലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഉണ്ട്. ഈ രാജ്യങ്ങളെല്ലാം എണ്ണ ഉൽപാദന രാജ്യങ്ങൾ കൂടിയാണ്. ഇവിടെയാണ് ഒരു വലിയ കരാറിലേക്ക് പോകുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു ആയുധ കരാർ വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രീ ട്രേഡിംഗ് കരാറാണ്, 0 താരിഫാണ് പലതിനും ഉള്ളത്. ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഈ വളം അതിനൊക്കെ താരിഫ് വലിയ രീതിയിൽ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ സാങ്കേതിക സംവിധാനം, ഇത് ഈ വിമാനങ്ങളുടെ അല്ലെങ്കിൽ ആയുധങ്ങളിൽ തന്നെയുള്ള താരിഫുകളുടെ വ്യത്യാസങ്ങൾ വന്നാലും വലിയ വ്യത്യാസം തന്നെ നമ്മുടെ എക്കണോമിയിൽ അത് വരുത്തും. രണ്ടാമത്തെ കാര്യം, നമുക്ക് അവിടെ പോയിട്ട് തന്നെ നമ്മൾ നിർമ്മാണ കമ്പനികളും മറ്റും തുടങ്ങുക എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഇസ്രയേലുമായിട്ട് നമ്മളൊരു കരാർ ഒപ്പുവെക്കാൻ പോകുന്നുണ്ട്. അത് ഒരു പക്ഷേ മാർച്ച് അവസാനമോ ഏപ്രിലോ അതുണ്ടാകും. ആ ഇസ്രയേലുമായിട്ട് വെക്കുന്ന കരാറിനും സെയിം ആണിത്. അതായത് അവരുടെ ഈ കമ്പനികളും മറ്റുമൊക്കെ ഇന്ത്യൻ കമ്പനികളുമായിട്ട് അയ്യപ്പ് ആയിക്കൊണ്ട് ഇവിടെ ആയുധങ്ങളും മറ്റും നിർമ്മിക്കുക. ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ അവർക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഈ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം ഇപ്പൊ UP-യിലും ഗുജറാത്തിലും രാജസ്ഥാനിലും അടക്കം റഷ്യൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇസ്രയേലുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇസ്രായേലിന്റെ ഈ അഗ്രികൾച്ചർ യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ചെയ്യുകയും 2002 മുതൽ അവർ ആ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഗുജറാത്തിൽ അവർ കൃഷി ചെയ്യുന്നത്. കാരണം ഏതാണ്ട് ഒരു സെയിം ആണ് അവിടുത്തെ അതിന്റെ മിഷനറികളും മറ്റുമൊക്കെ. അപ്പൊ ആ ഒരു മേഖലയിലും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുമൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഓരോ രാജ്യവുമായി വെക്കുന്ന വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കയറ്റി അയക്കുകയും ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല. കാരണം ഇപ്പോൾ ഉദാഹരണം ധനുഷ് നേരത്തെ സൂചിപ്പിച്ച റഷ്യ തന്നെ,
അവിടത്തേക്ക് നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റി വെച്ച് അമേരിക്കയിലെ പോലെ ലാഭം കൊയ്യാൻ കഴിയില്ല. കാരണം അവിടെ ആളുകൾ വാങ്ങാനുള്ള പർച്ചേസിങ് കപ്പാസിറ്റി കുറവ്, പിന്നെ അവർക്ക് അഭിരുചിക്കനുസരിച്ചുള്ള സാധനങ്ങളല്ല, മാർക്കറ്റിലേക്ക് ഇത് അവൈലബിൾ ഇല്ലാത്ത ഒരവസ്ഥ. പുടിൻ പറഞ്ഞത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഉൽപ്പന്നമില്ലാത്ത ഒരിടവും റഷ്യയിൽ ഉണ്ടായില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് അവരുടെ രാജ്യത്ത് നമ്മൾ നമ്മുടെ ഫാക്ടറികൾ സ്ഥാപിക്കുകയും ഒപ്പം അവരുടെ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യത്ത് ഫാക്ടറികൾ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു വ്യാപാര കമ്മി ഗണ്യമായി കുറയ്ക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതൊരു മികച്ച ബന്ധത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ സ്വാഭാവികമായി പിന്നീട് വരുന്ന ഉപരോധങ്ങൾ പോലും അതിൽ ഏൽക്കാതാകും. അത്തരത്തിലേക്കാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിനിടയിൽ നമ്മൾ 2025 കണക്ക്, ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് നോക്കുമ്പോൾ ചൈനയിലേക്ക് നമ്മുടെ കയറ്റുമതി വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതായത് മുമ്പ് ചൈനയുമായി വലിയ വ്യാപാര കമ്മി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ അത് മാറി ചെമ്മീൻ അടക്കമുള്ള കാര്യങ്ങൾ, നമ്മുടെ മത്സ്യസമ്പത്ത് അടക്കമുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ തന്നെ നമുക്ക് കയറ്റുമതി 2025 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ ചൈനയുമായിട്ടൊരു കരാർ നമ്മൾ ഒപ്പിടുമെന്നുള്ളതും അണിയറയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ആയിരിക്കില്ല. പകരം ഈ വ്യാപാര കമ്മി കുറച്ചുകൊണ്ടുള്ള ഒരു വലിയ ബിഗ് ഡീലിനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില വാഹന കമ്പനികൾക്കടക്കം ഇളവ് നൽകും. അതിനു പകരം ചൈന അവരുടെ റയർ എർത്ത് മെറ്റൽസ് ഇന്ത്യക്ക് അനസ്യൂതം സപ്ലൈ ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങളിലേക്കുള്ള നീക്കുപോക്കുകൾ ഇപ്പോൾ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അതൊന്നും മനസ്സുറക്കാത്ത പ്രശ്നങ്ങളെ മാത്രമേ ഇതിൽ അവശേഷിക്കുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ ഫ്രാൻസിന്റെ മാക്രോൺ ഈ 2 ആഴ്ചക്കുള്ളിൽ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അത് വമ്പൻ ഡീലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 114 റഫേലിന്റെ ഡീൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഡീലൊന്നുമല്ല, ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയുടെ ഒരു വലിയ വമ്പൻ ഡീലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവര് വരുന്നു, പിന്നെ ഇസ്രായേൽ വരുന്നുണ്ട്, ഒപ്പം തന്നെ റഷ്യയുടെ ഈ കരാർ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു. ചൈന അതിനുവേണ്ടി കടന്ന് പരിശ്രമിക്കുന്നു. ഇത് കൂടാതെ സൗദി അറേബ്യ, കാരണം മിഡിൽ ഈസ്റ്റിൽ നമുക്ക് UAE-യുമായിട്ടാണ് കരാറുള്ളത്. സൗദി അറേബ്യയും ഒമാനും അടക്കമുള്ള രാജ്യങ്ങളും ഒരു ഫ്രീ ട്രേഡിംഗ് ലിങ്ക്, ഒരു കരാറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ചർച്ചകളിലും മറ്റുമാണ്. അതായത് 2026 എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയെ സംബന്ധിച്ച് അനവധി വ്യാപാര കരാറുകളിലേക്ക് പോകുന്നു. അതിലുപരി നമുക്ക് ഏവർക്കും, ഇന്ത്യക്കാർക്ക് ഏവർക്കും സന്തോഷം പകരുന്ന കാര്യം റഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ നിർത്തില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി. ട്രംപ് തന്നെ അത് അവരുടെ ഇന്നലെ ഈ സ്ഥിതി വിവര കണക്കുകൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് എണ്ണയുടെ ഒരു കാര്യമേ പറയുന്നില്ല. കാരണം അതിൽ ഇടപെടാൻ കഴിയില്ല. മൂന്നാമതൊരു രാജ്യവുമായിട്ട് നമ്മൾ നടത്തുന്ന ഡീല് വേണമെന്ന് പറയാൻ ഈ കരാർ കൊണ്ട് കഴിയില്ല, ഒരു കരാറിനും കഴിയില്ല. അപ്പൊ എണ്ണ തുടരും. അത് ഇന്നലെ അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് ഊർജ ആവശ്യം ഒരുപാടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവർക്ക് പല സോഴ്സിൽ നിന്ന് എണ്ണ വാങ്ങണം. അല്ലാതെ ഇപ്പം റഷ്യയുടെ എണ്ണ നിർത്തിയിട്ട് ട്രംപിന്റെ എണ്ണ, അത് ഇവിടുത്തെ സുഡാപ്പികൾ കാണുന്ന സ്വപ്നമാണ്. റഷ്യയുടെ എണ്ണ നിർത്തുന്നു, അമേരിക്കയുടെ വലിയ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു. നമ്മളിപ്പോ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതിന്റെ സ്ഥാനത്ത് 150 രൂപയാകുന്നു. അപ്പൊ നാട്ടിൽ കലാപം വരുന്നു, റോഡ് തടയുന്നു, മോദി രാജിവെക്കുന്നു, പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു, പിന്നെ എന്റെ രാജ്യം അങ്ങ് തുടങ്ങുന്നു, പിന്നെ എനിക്ക് എന്റെ ഇസ്ലാമിക രാജ്യവുമായിട്ട് പോകാം, ഇവാഞ്ചലിസ്റ്റുകൾക്ക് ദൈവരാജ്യമുണ്ട്. ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. നല്ലതാണ്, അങ്ങനെ ഇമാജിൻ ചെയ്യുന്നതും നല്ലതാണ്. അതൊന്നും അല്ലത്. കാരണം ഈ ഭരിക്കാൻ കയറുന്ന പിണ്ണാക്കല്ലല്ലോ അവരുടെ തലയിൽ ഇരിക്കുന്നത്. അവർക്കും ഇത് ഈ കേരളത്തിൽ കിടക്കുന്ന വോട്ടർമാർ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അവർക്ക് പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, എക്കണോമിസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സാരാംശം. ഏതായാലും റഷ്യയുമായി ബന്ധം അകലുകയല്ല, വളരെ ശക്തമായി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായി നമ്മൾ ഒപ്പിടാൻ പോകുന്ന യുറേഷ്യൻ എക്കണോമിക് യൂണിയനുമായിട്ടുള്ള കരാർ.